പേര് ട്രൈസർ എന്നല്ല കറക്റ്റ് പറഞ്ഞാലും അർബൻ ക്രൂയിസർ ട്രൈസർ എന്നാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടൊയോട്ടയുടെ ഏറ്റവും പുതിയ ലോഞ്ച് വെഹിക്കിളുമായിട്ടാണ്. അർബൻ ക്രൂയിസർ ട്രൈസർ. അതിൻ്റെ എസ് പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ്. എസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് പുതിയതാണ്, പുതിയ വാഹനം പോലെ തന്നെ പുതിയൊരു വേരിയൻ്റാണ് എസ് പ്ലസ് എന്ന് പറയുന്നത്. ഇത് ടോപ്പ് വേരിയൻ്റാണ്. വി എന്ന് പറഞ്ഞാൽ നോർമലി ടൊയോട്ട വാഹനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ES-G-V എന്ന ഈ കാറ്റഗറിയിലാണ് വേരിയൻസ് വരുന്നത്. എസ് പ്ലസ് എന്ന് പറഞ്ഞ പുതിയ വേരിയൻറ്റ് കൂടി വന്നു. അതിനകത്തും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫീച്ചർ റിച്ച് തന്നെ ആയിട്ടാണ് ഈ ഒരു എസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ്. ഏറ്റവും കൂടുതൽ ഇവിടെ വന്നപ്പോൾ കണ്ടത് എസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ആഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേരിയൻറ്റ് തന്നെ ആയിരിക്കും എസ് പ്ലസ് എന്നായിരിക്കും, യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് മാർക്കറ്റിൽ മാരുതി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കൂടി ഫ്രോൺസ് എന്ന് പറഞ്ഞ പേരിൽ കൂടി നമുക്ക് അറിയാവുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് ട്രൈസർ എന്ന് പറഞ്ഞ പേരിലേക്ക് നമ്മുടെ ടൊയോട്ടയിലേക്ക് വന്നത്. അപ്പോൾ ടൊയോട്ടയിലേക്ക് വന്നപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ എഞ്ചിൻ തന്നെ കാണിച്ചു പോകുന്ന ചോദിച്ചു. 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്നത് നമുക്ക് 1 ലിറ്റർ ടർബോ ആണ് ഇതിനകത്ത് വരുന്നത്. ടോപ്പിൽ 2 വേരിയൻറ്റിലാണ് ഈ ടർബോ വേരിയേഷൻ നമുക്ക് വരുന്നത്. പിന്നെ തൊട്ടതായിട്ടുള്ള ബാക്കി വേരിയൻറ്റിൽ നമുക്ക് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. നോർമലി പരിചിതമായിട്ടുള്ള ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT K സീരീസ് എഞ്ചിനാണ് ഈ കാണുന്നത്. ഈ എഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 1.2 ലിറ്റർ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പവർ നോക്കുകയാണെങ്കിൽ 73 bhp പവർ വരുന്നുണ്ട്. 113 തന്നെ ടോർക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് എഞ്ചിൻ കാര്യങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്തത്. അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. നല്ലൊരു മൈലേജ് തരുന്നുണ്ട്. നമുക്ക് CNGയിൽ ബേസ് വേരിയൻറ്റിൽ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നമുക്ക് CNGയിലും ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം ഒരു 28+ അടുത്തുള്ള ഒരു മൈലേജ് നമുക്ക് CNGയിൽ ഈ ഒരു എഞ്ചിനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ടോപ്പ് 2 വേരിയൻറ്റിൽ ഏത് എഞ്ചിനാണെന്ന് വെച്ചാൽ ഈ എഞ്ചിനല്ല വരുന്നത്. നമുക്ക് ഈ കാണുന്ന 1 ലിറ്റർ ടർബോ എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് മാനുവലിലും കിട്ടും, ഓട്ടോമാറ്റിക്കിലും കിട്ടും. മാനുവലിൽ 5 സ്പീഡും ഓട്ടോമാറ്റിക് നമുക്ക് 80 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് അതിൽ വരുന്നത്. ഒരു മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 22-23 ആ റേഞ്ച് നമുക്ക് ഒരു മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എഞ്ചിൻ ഓപ്ഷനാണ് ഈ കാണുന്നത്. ടർബോ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല പവർ കിട്ടുന്നുണ്ട്. 100 bhp ആണ് പവർ വരുന്നത്. ടോർക്ക് വരുമ്പോഴത്തേക്ക് 147.6 എണ്ണവും വരുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം മൈലേജ് കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഡിസ്റ്റൻസ് എങ്ങനെ രീതിയിലും ഈ ഒരു വണ്ടിയെ പെർഫോം ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ടർബോ വേരിയൻ്റ് അഡ്വാൻറ്റേജ്. ടോപ്പ് 2 വേരിയൻറ്റിലാണ് നമുക്ക് ടർബോ വേരിയൻ്റ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് മാനുവലും. അതിനകത്ത് AMD ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് AMD കിട്ടും. ഫസ്റ്റ് വേരിയൻറ്റിൽ നമുക്ക് AMD കിട്ടില്ല. സെക്കൻഡ് വേരിയൻറ്റാണ് AMD വരുന്നത്. എസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇനി കളർ നോക്കുമ്പോൾ നമുക്ക് സിംഗിൾ കളർ 5 എണ്ണം വരുന്നുണ്ട്. ഡ്യുവൽ കളർ 3 എണ്ണം ആണ് കളർ ഓപ്ഷൻ്റെ കാര്യം. നമുക്ക് എഞ്ചിൻ ഈ ഒരു ബോണറ്റൊക്കെ അടച്ചിട്ട് നമുക്ക് കുറച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ടോപ്പ് എൻഡ് വണ്ടിയിലേക്ക് വരാം. ടോപ്പ് എൻഡിലാകുമ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പറയാനുണ്ട്. ഇപ്പോൾ ഇത് ഡ്യുവൽ കളർ വേരിയൻ്റ് ആണ്. ഡ്യുവൽ കളർ നമ്മൾ 3 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതിലൊരു കളറാണ് വൈറ്റ് വരുന്നത്. ഈ ഒരു പോർഷനിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫ്രോൺസിൽ കണ്ട പോലെ സ്ട്രക്ചറാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഈ ഒരു പോർഷനാണ് കാര്യമായ മാറ്റം വന്നിരിക്കുന്നത്. നല്ലൊരു ട്രപ്പിസോഡിയൽ പാറ്റേണുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഗ്രില്ല് വന്നു. അതൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് ഗ്രില്ല് ത്രൂ ഔട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ടൊയോട്ടയുടെ ലോഗോ അത്യാവശ്യം നല്ല വലിപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രോം എലമെൻറ്റ് ഒരു ഗാർണിഷിംഗ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് നല്ല ഒരു ഡ്യുവൽ പാറ്റേണിലുള്ള ഒരു DRL അതുപോലെ ടേൺ ഇൻഡിക്കേറ്റർ രണ്ടും മിക്സ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ DRL ആയിട്ട് ആക്ട് ചെയ്യും. തൊട്ട് താഴെ നമ്മുടെ എല്ലാം കാണാം. ബേസ് വേരിയൻറ്റ് നമുക്ക് വരുമ്പോഴത്തേക്ക് LED വരില്ല, ഹാലജനായിരിക്കും വരുന്നത്. പിന്നെ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കാണ് LED ആയി മാറുന്നത്. അതുപോലെ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഫംഗ്ഷനും കാര്യങ്ങളുള്ള ഹെഡ് ലാമ്പ് സൈഡിൽ നമുക്ക് അവൈലബിൾ ആണ്. എയർ ഡാം കാണാം. എയർ ഡാമിൻ്റെ താഴെയായിട്ട് ഒരു സ്ക്രിപ്റ്റ് പെയിൻറ്റും കാര്യങ്ങളും കൊടുത്ത് ഫ്രണ്ട് അത്യാവശ്യം ഒരു ബോക്സി ലുക്കിലേക്ക് വന്നു എന്ന് പറയാം. എനിക്ക് ഫ്രോൺസിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ബോക്സി ലുക്ക് ഈ ഒരു വാഹനത്തിനാണ് ഫ്രണ്ട് അപ്പിയറൻസ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ടോപ്പ് വേരിയൻറ്റ് വാഹനത്തിൽ വരുമ്പോൾ വീൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 360 ക്യാമറ യൂണിറ്റും ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയാണ് ആ ഒരു ബോക്സി സ്ട്രക്ചർ സൈഡിലേക്കും ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും എൻഡിലേക്ക് വരുമ്പോഴത്തെ ആ ഒരു കൂപ്പേ സ്ട്രക്ചർ ചെറുതായിട്ട് നമുക്ക് ഫ്രോൺസിലും അറിയാം. ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഈ ഒരു വാഹനത്തിലും കാണാം. ഇതിൽ റൂഫ് റെയിലൊക്കെ വളരെ മനോഹരമായിട്ട് ഒരു അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു എസ് പ്ലസിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഫിനിഷിലാണ് റൂഫ് റെയിൽ വരുന്നത്. ചെറിയൊരു വ്യത്യാസം 2 വണ്ടി കിടക്കുന്നതുകൊണ്ട് കുറച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ രീതിയിൽ. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഡ്യുവൽ ടോൺ ആയതുകൊണ്ടാണ് ഈ ഒരു A പില്ലർ B പില്ലറൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നത്. ഒരു ഗ്ലോസി ഫിനിഷ്, ഇവിടെ ഒരു മാറ്റ് ഫിനിഷൊക്കെയാണ് A പില്ലറും B പില്ലറും C പില്ലർ ഭാഗത്തൊക്കെ വരുന്നത്. അവിടെ നോർമലി ബോഡി കളറാണ് ആ ഒരു വാഹനത്തിൽ. എസ് പ്ലസിലൊക്കെ നോക്കിയേ ഒരു ബോഡി കളർ തന്നെയാണ് എസ് പ്ലസിൽ ആ ഒരു A പില്ലർ ത്രൂ ഔട്ട് വരുന്നത്. ഇനി നമ്മുടെ സൈഡ് എലമെൻറ്റിൽ മിറർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിററും ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഈ ഡ്യുവൽ ടോൺ ആയതുകൊണ്ടാണ് ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്റർ, ഓട്ടോമാറ്റിക് ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം മിറർ വരുന്നുണ്ട്. 360 ക്യാമറ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് ക്യാമറ യൂണിറ്റ് കാണാം, കണ്ടല്ലോ. അതുപോലെ വീലിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വീലിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡയമണ്ട് കൺ ഫിനിഷുള്ള അലോയ് വീലാണ്. വീൽ സൈസ് വരുന്നത് 195/65 R16 ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്, വെന്റിലേറ്റഡ് ഡിസ്ക്കാണ്. ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. എല്ലാ വേരിയൻറ്റിലും ഓൾമോസ്റ്റ് ആ ഒരു സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ വീൽ സൈഡിൽ കാണാം. പിന്നെ അതുപോലെ റണ്ണിങ് ബോർഡിൻ്റെ സൈഡിലും ക്ലാഡിങ് കൊടുത്തത് അതൊരു അലുമിനിയം ഫിനിഷാണ്.
ഒരു സാറ്റിൻ അലൂമിനിയം ഫിനിഷിലാണ് ഈ റണ്ണിംഗ് ബോർഡിലെ ക്ലാഡിങ് കാണുന്നത്. പിന്നെ ഡോർ ക്ലാഡിങ് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. റിക്വഡ് സെൻസർ നമ്മുടെ ഹാൻഡിൽ സൈഡിൽ കാണാം. ഗ്ലാസ് UV കട്ട് ഗ്ലാസ്സുകളാണ്. എല്ലാ വേരിയൻറ്റിലും ഇല്ല, ടോപ്പ് ആൻഡ് വേരിയൻറ്റിലാണ് ഈ UV കട്ട് ഗ്ലാസ് വരുന്നത്. കണ്ടല്ലോ, നമുക്കൊരു ടിൻറ്റ് ഫീൽ കണ്ടല്ലോ, ടിൻറ്റ് ഒട്ടിച്ചായിട്ട് ഫീൽ ഈ ഗ്ലാസ്സിൽ കിട്ടുന്നത്. അതാണ് UV കട്ട് ഗ്ലാസ് വരുന്നത്. പിന്നെ ഒരു ക്രോം ഫിനിഷ്, ഈ ഒരു ബെഡ് ലൈൻ ക്രോം കാണാം നമുക്കിവിടെ. പിന്നെ റൂഫിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കൂപ്പേ സ്ട്രക്ചർ നമുക്ക് ബാക്കിൽ കാണാം. ഫ്രണ്ടിലെ ഒരു ഷേപ്പ്, ബാക്കിൽ കുറച്ചുകൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ട്രക്ചർ വാഹനത്തിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു സ്റ്റൈലിഷ് വാഹനം തന്നെ ഒരു ബാക്ക് സൈഡിൽ ഈ ഒരു വാഹനം നമുക്ക് ടേസറിനെ വിളിക്കാം. പിന്നെ ഇൻറ്റഗ്രേറ്ററായിട്ട് നമുക്കൊരു സ്പോയിലർ കാണാം. അതിനകത്ത് നമുക്ക് ഹൈ മൗണ്ട് സ്റ്റോക്ക് ലാമ്പ്, നമ്മുടെ ഷാർഫിൻ ആൻറ്റിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ, വൈപ്പർ, ടൊയോട്ടയുടെ ലോഗോ, ഒരു സാറ്റിൻ ഫിനിഷിലാണ് ഈ ഒരു ലോഗോ കൊടുത്തേക്കുന്നത്. പിന്നെ വേരിയൻറ്റ് ബാഡ്ജിങ് എല്ലാ വണ്ടിക്കും ഉണ്ട്. V എന്ന് പറഞ്ഞ വേരിയൻറ്റ് നിയോ ഡ്രൈവ് എന്ന് വെച്ചാൽ ടോപ്പിൻ്റെ വേരിയൻ്റാണ് ഈ ഒരു വാഹനം കാണുന്നത്. ടർബോ വെർഷനാണ്, അതാണ് നിയോ ഡ്രൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പേര് ട്രൈസർ എന്നല്ല, കറക്റ്റ് പറഞ്ഞാലും അർബൻ ക്രൂയിസർ ട്രൈസർ എന്നാണ്. നേരത്തെ ഹൈ റൈഡർ വന്ന സമയത്തും അതിൻ്റെ കറക്റ്റ് പേര് അർബൻ ക്രൂയിസർ ഹൈ റൈഡർ എന്നാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ് ഹൈ റൈഡർ എന്നാക്കി. അപ്പോൾ ഇതിൻ്റെ പേര് അർബൻ ക്രൂയിസർ ട്രേസർ എന്നാണ്. പറഞ്ഞ് എല്ലാവരും ട്രേസർ എന്നാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇനി ബാക്കിൽ നമുക്ക് അറിയാലോ, റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ആ ഒരു ക്ലാഡിങ്ങും ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളെല്ലാം ബാക്ക് എലമെൻറ്റിൽ കാണാം. ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. 308 ലിറ്ററാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മുടെ സ്പെയർ വീൽ കാണാം നമുക്ക്. സ്പെയർ വീൽ മിക്കവാറും 15 ഇഞ്ച് ആയിരിക്കും. 195, 66, 16 തന്നെയാണ് ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത്. നോർമലി 15 ഇഞ്ചാണ് വരേണ്ടത്, പക്ഷേ ഇതിനകത്ത് 16 ഇഞ്ച് തന്നെയുള്ള വീൽ തന്നെയാണ് വരുന്നത്. അലോയ് വീലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്പെയർ വീലാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഡിക്കി സ്പേസ് ഉണ്ട്. നമുക്ക് ഈ ഒരു പാഴ്സൽ ട്രേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സീറ്റ് വേണമെങ്കിൽ 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാം. 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് കുറച്ചുകൂടെ ബൂട്ട് സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ലഗേജ് സ്പേസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമുക്കിവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കാണാം. ഇത്രയാണ് ബാക്കിലെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. നമുക്ക് ഇൻറ്റീരിയർ സ്പേസിലേക്ക് വരാം. അത്യാവശ്യം ഒരു പ്രീമിയം ഇൻറ്റീരിയർ തന്നെയാണ് നമുക്ക് ട്രേസറിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഭാഗമെല്ലാം നോക്കിയ നമുക്കൊരു ലെതറേറ്റ് ഫിനിഷ് പറയില്ല, ലെതറേറ്റ് ഫിനിഷ് ഈ രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിനെ ആ ഒരു കളറിനെ മാച്ച് ചെയ്യുന്ന ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷ് നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷും ഇവിടെ ഒരു ഗ്ലോസി, നോർമലി നമ്മൾ നേരത്തെ കണ്ടുവരുന്ന ഒരു ഹാൻഡിലറിനാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒരു പ്രീമിയം ലെവലിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റോട് ആയപ്പോഴത്തേക്കും അടിപൊളിയായെന്ന് പറയാം. ഈ ഒരു മിറർ കൺട്രോൾസ് എല്ലാം നമുക്ക് നേരത്തെ പരിചിതമാണ്. 4 വിൻഡോ കൺട്രോൾസ് കാണാം. അതുപോലെ നമ്മുടെ മിറർ കൺട്രോൾ കാണാം. ലോക്ക് അൺലോക്ക് ബട്ടൺ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ബോട്ടിൽ ആൻഡ് ഫയൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ കാണാം. ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കമീസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ അവൈലബിൾ എന്ന് വെച്ചാൽ വീൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള 2ൻ്റെ ലിവർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് കൺട്രോൾസ് കാണാം. നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, നമ്മുടെ 360 ക്യാമറ വ്യൂ, ട്രാക്ഷൻ കൺട്രോൾ. ഇത് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അറിയാമല്ലോ, വണ്ടിയിൽ നിന്ന് ഓണായി കാണിക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാവുന്നു നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ. അപ്പോൾ നല്ലൊരു ഫംഗ്ഷനാണ്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസ്പ്ലേ അറിയാൻ പറ്റും. ചിലർക്ക് ഫ്യൂവൽ കുറവാണ്, ചിലർക്ക് ഇതൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഡിസ്കംഫർട്ട് ഒന്നും ഇല്ലാതെ വണ്ടി ഓടിക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഉപയോഗിച്ച് വണ്ടി ഓടിക്കാം, ഡിസ്പ്ലേ ഇല്ലാതെ വണ്ടി ഓടിക്കാം. ഇനി ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലസ്റ്റർ തന്നെയാണ്. ഒരു ബ്ലൂ വൈറ്റ് തീമിലാണ് ഈ ഒരു ഫുൾ ക്ലസ്റ്റർ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻ, ഫ്യൂൽ എക്കോണമി, ഗിയർ, ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് അതിനകത്താണ് പാർക്ക് ബ്രേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഏത് ഗിയറിലാണ് എന്നുള്ളത്, ഇപ്പം റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അല്ല, ഗിയർ ഇൻഫർമേഷൻ അവിടെ കാണിക്കുക. എത്ര കിലോമീറ്ററായി, റേഞ്ച്, എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കും. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഒരു ലെതറേറ്റ് ഫിനിഷ് വരുന്നുണ്ട്. താഴെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. മിക്സ് ചെയ്തൊരു ഫിനിഷാണ്. ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളെല്ലാം കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ്, അതുപോലെ ഇവിടെ ആയിട്ട് ഫോൺ കൺട്രോൾസ് കാണാം. പിന്നെ ഓട്ടോമാറ്റിക്കിന് മാത്രമുള്ള ഒരു ഫംഗ്ഷനാണ് താണ്ടി കാണുന്ന കാർഡ് ഷിഫ്റ്റേഴ്സ്. ഓട്ടോമാറ്റിക്കിന് ഇത് വരുള്ളൂ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ലൈറ്റ് കൺട്രോൾസ് കാണാം. ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ലൈറ്റിൽ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വൈപ്പർ കൺട്രോൾ കാണാം. ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ വൈപ്പറിൽ നമുക്ക് ഇല്ല. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന കൺട്രോൾ. ഇനി നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, രണ്ടുമുണ്ട്. ടിൽറ്റ് ആൻഡ് റീച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കോമൺലി വരുന്നത്. ഇത്രയാണ് ഈ ഒരു ഭാഗത്തെ കാര്യങ്ങൾ. പെഡൽ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ വലിപ്പമാണ് നമുക്ക് ബ്രേക്ക് പെഡലിനും അതുപോലെ ആക്സിലേറ്ററും കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് പെഡൽ ഇച്ചിരി വലുതായിരുന്നു നന്നായിരുന്നേനെ. അതുപോലെ ഡെഡ് പെഡൽ, ചെറിയൊരു ഡെഡ് പെഡലും കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റിലേക്ക് വരുമ്പോൾ ഒരു ഫാബ്രിക് ഫിനിഷാണ് സീറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡോർ സൈഡിൽ കണ്ട ആ ഒരു 2 കളർ കോമ്പിനേഷൻ തന്നെയാണ് സീറ്റിലേക്ക് വന്നത്. ഒരു അപ്പിയറൻസ് നല്ല രസമുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്ചർ രസമുണ്ട് കാണാൻ.
നല്ലൊരു സ്മൂത്ത് ഫിനിഷ് വന്നിട്ട് അത്യാവശ്യം തൈ സപ്പോർട്ടും ഉണ്ട് സീറ്റിന്. അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിക്ലൈനിങ് ഡിക്ലൈനിങ് ബാക്കിയെല്ലാം കോമൺ ആയിട്ടുണ്ട്. പിന്നെ എല്ലാ ഹെഡ് റെസ്റ്റുകളും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത്. നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി. പിന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അതിനകത്തുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. ഇനി നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ലിഡിനകത്ത് ചെറിയൊരു ക്രോം ഫിനിഷ്. ഗിയർ ലിവർ കാണാം, ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്ക് 80 ആണ് വരുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇത് ടർബോ വെർഷനാണ്, അതുകൊണ്ടാണ് 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നേക്കുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, മാനുവൽ ഇട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. 2 കപ്പ് ഹോൾഡർ. കീ കാണിച്ചു തരാം. നമുക്ക് നോർമലി വരുന്ന കീ തന്നെ, വലിയ സ്പെഷ്യാലിറ്റി ഒന്നും കീയിലെടുത്ത് പറയാനില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ USB ചാർജിങ് സോക്കറ്റ്, നമുക്ക് എയർപോർട്ടാണ്. ഇവിടെ നമ്മുടെ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്. ഇത്രയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇനി AC യൂണിറ്റ് കാണാം. നമുക്ക് AC യൂണിറ്റ് ഏറ്റവും ബേസ് വേരിയൻറ്റ് തൊട്ട് തന്നെ ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറയാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്ക്രീനും കാര്യങ്ങളെല്ലാം കാണാം. ഒരു ഡ്രൈവറിനോട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നുള്ളതൊരു നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ ഇത് 9 ഇഞ്ചാണ് ഈ സ്ക്രീൻ സൈസ് വരുന്നത്. ടോപ്പ് എൻഡിൽ മാത്രമാണ് 9 ഇഞ്ച്. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടാണ് സ്ക്രീൻ വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് 7 ഇഞ്ചും ടോപ്പ് എൻഡ് വേരിയൻറ്റ് 9 ഇഞ്ചും സ്ക്രീൻ സൈസ് വരുന്നത്. അങ്ങനെ ചെറിയൊരു ചേഞ്ച് സ്ക്രീൻ സൈസിൽ വരുന്നുണ്ട്. അത്യാവശ്യം റെസ്പോൺസ് ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ ഫീച്ചേഴ്സ് നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് സ്ട്രക്ചർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സ്ട്രക്ചറാണ്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കട്ട്സ് ആൻഡ് കർവ്സ്, വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അത്യാവശ്യം ഒരു ബോൾഡ് അപ്പിയറൻസ്, കട്ട് ആൻഡ് കർവ്സും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുപോലെ കളർ അപ്പിയറൻസും ഓൾമോസ്റ്റ് സെയിം തന്നെ. ഇൻറ്റീരിയറിൽ ആ തീം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു ഗ്ലോസി ഫിനിഷ്. പിന്നെ എയർ ബാഗ് നോക്കുകയാണെങ്കിൽ ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്ക് നമുക്ക് 6ഓളം എയർ ബാഗ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ അസിസ്റ്റ് കൺട്രോൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സേഫ്റ്റി സൈഡിൽ നമുക്ക് വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇനി മിററിലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷൻ നമുക്ക് മിറർ സൈഡിൽ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ സൺ വൈസേഴ്സ് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു സൈഡിൽ മിറർ പ്ലസ് ലൈറ്റ് വരുന്നുണ്ട്. ഇനി പാസഞ്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ പാസഞ്ചർ സൈഡിലും നമുക്ക് മിറർ പ്ലസ് ലൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗം വളരെ സ്ട്രക്ചേർഡ് ആണെന്ന് പറയാം. അത്യാവശ്യം കൺവീനിയൻസ് ഫീച്ചേഴ്സ് എല്ലാം ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലൗ ബോക്സ് അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സ്പേസ് ഒട്ടും ഒരു കഞ്ചഷൻ വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒതുക്കി തന്നെയാണ് ഗ്ലൗ ബോക്സും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റോയിലാണ്. സെക്കൻഡ് റോയിൽ തൈ സപ്പോർട്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് AC വെൻറ്റും കാര്യങ്ങളെല്ലാം ബാക്കിൽ അവൈലബിൾ ആണ്. AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് 2 USB കൊടുത്തിട്ടുണ്ട്. അത് പോർട്ട്, ഒന്ന് A പോർട്ടും ഒന്ന് C പോർട്ടുമാണ് USB കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫോൺ വെക്കാനുള്ളൊരു പ്രൊവിഷൻ നമുക്കിവിടെ കാണാം. ഇനി അതുപോലെ ഹെഡ് റെസ്റ്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. വലിയ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 3 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ്. ആംറസ്റ്റ് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. ഫാബ്രിക് ഫിനിഷാണ് ത്രൂ ഔട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേ രസമുള്ളൊരു ഫിനിഷ് തന്നെയാണ്. ഇനി വേറെ എന്താണ്, ഗ്രാബ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ കാണാം. 60-40 ആയിട്ട് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയാൽ ഇരിക്കുന്ന ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പേസ് നമ്മൾ ഫ്രണ്ടിലിരുന്ന ആ ഒരു പൊസിഷൻ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഹെഡ് റൂം, ആംബിയൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു SUV ആണോ എന്ന് വെച്ചാൽ ഒരു SUV ആണ്. അതുപോലെ ഒരു ഹാഷ് ബാക്ക് ആണെന്ന് വെച്ചാൽ ഒരു ഹാഷ് ബാക്കും ആണ്. അപ്പോൾ ഒരു ക്രോസ് ഓവർ ഫീൽ നമുക്ക് കിട്ടുന്നുള്ളൊരു വാഹനം തന്നെയാണ് ട്രൈസർ എന്ന് പറയാം. ഞാൻ അതുപോലെ ഡോർ സൈഡ് വരുമ്പോൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ലെതറേറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ലെതറേറ്റ് ഫിനിഷ് തന്നെ പ്രിയാനോ ബ്ലാക്ക് എലമെൻറ്റ് ഇവിടെ കാണാം. അതുപോലെ ഡോർ ഹാൻഡിൽ, പവർ വിൻഡോ കൺട്രോൾ, പിന്നെ സ്പീക്കറും ഭാഗങ്ങളൊക്കെ കാണാം. അതുപോലെ ഇവിടെ നമുക്കൊരു 1 ലിറ്റർ വെക്കാൻ ഓൾമോസ്റ്റ് 1 ലിറ്റർ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാവരും എക്സൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഇതിൻ്റെ പ്രൈസ് അറിയാൻ തന്നെയാണ്. അപ്പം ബേസ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9,52,000 രൂപയാണ്. ഇനി 2 വാഹനങ്ങൾ നമ്മുടെ ഉണ്ട്. ഒന്ന് ടോപ്പ് എൻഡാണ്. പിന്നെ ഏറ്റവും കൂടുതലുള്ള വന്നിരിക്കുന്നത് S+ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. S+നകത്ത് അത്യാവശ്യം ഫീച്ചർ നല്ല രീതിയിലുണ്ട് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10,99,000, ഏകദേശം ഒരു 15 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ളൊരു പ്രൈസാണ് ഈ ഒരു വാഹനത്തിന്, ഈ ഒരു വേരിയൻറ്റിന് വരുന്നത്. അത്യാവശ്യം വാല്യൂ ഫോർ മണി വേരിയൻ്റ് തന്നെയാണ് S+ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ടോപ്പ് എൻഡ് ടർബോ, ഒരു പെർഫോമൻസും മൈലേജും എല്ലാവിടെ താല്പര്യമുള്ളവർക്കുള്ള വാഹനമാണ് ടർബോ ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടർബോ വേരിയൻ്റെ പ്രൈസ് വരുന്നത് 16,11,000 രൂപയാണ്. അത് ഡ്യുവൽ ടോൺ ആണ്. ഇനി ഇതിൻ്റെ സിംഗിൾ ടോൺ ആണല്ലോ, 5 കളർ നമുക്ക് സിംഗിൾ ടോൺ കിട്ടും. അതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 15,93,000 രൂപയാണ്. അപ്പം ഡ്യുവൽ ടോൺ വരുമ്പോൾ ചെറിയൊരു പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്. ഇത്രയാണ് ഒരു ബേസിക് പ്രൈസ്. അപ്പോൾ ഒരു ബേസ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ എന്ന് പറഞ്ഞ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നല്ല സിവിൽ സ്കോർ ഉള്ളവർക്ക് ഒരു 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റും. ടോപ്പ് എൻഡ് വേരിയൻ്റൊന്നും ആരും ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റില്ല. സിവിൽ സ്കോർ അനുസരിച്ച് വേരിയേഷൻ വരും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ ഏതൊക്കെ വേരിയൻറ്റ് അവൈലബിൾ ആണ്, വണ്ടി ടെസ്റ്റ് ഡ്രൈവിൻ്റെ അവൈലബിലിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.